നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് കുരുക്കുമുറുകുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു. കേസ് ഈ മാസം 25-ന് പരിഗണിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഈ കേസിൻ്റെ ചാർജ് ഷീറ്റിൻ്റെ വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള കുറ്റപത്രത്തിൻ്റെ കൃത്യതയാണ്, എന്തെങ്കിലും കൃത്യമായ അംശങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് തുടർ നടപടികളുടെ ഭാഗമായി നടക്കുക? ഐസൻ, നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിലെ കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് പ്രതികളാക്കിക്കൊണ്ടും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയ ഒന്നാം പ്രതിയും നിലവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ രണ്ടാം പ്രതിയുമായിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സാംപിത് റോദ, ദുബെ തുടങ്ങി മറ്റ് കോൺഗ്രസ് നേതാക്കളെയും പ്രതിപട്ടികയിൽ പേര് പരാമർശിച്ചിട്ടുണ്ട്. യങ് ഇന്ത്യ കമ്പനിയിലൂടെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിലൂടെ രാഹുലും സോണിയയും ഉൾപ്പെടെ കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഭൂമിയും കെട്ടിടവും ഉൾപ്പെടെ 2000-ലധികം കോടി രൂപയുടെ സ്വത്തുക്കളാണ് സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. യങ് ഇന്ത്യ കമ്പനി അന്ന് 5 ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന കമ്പനി എങ്ങനെയാണ് 2000-ലധികം കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ, ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഏറ്റെടുത്തത് എന്ന വിവരങ്ങളും അതിന്റെ ക്രമക്കേടുകളും 2013-ലാണ് പുറത്തു വരുന്നത്. പിന്നീട് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ എത്തിയിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഡൽഹിയിൽ കോടതിയിൽ പരാതി നൽകിയത്. പിന്നീട് അന്വേഷണ ഏജൻസികളുടെ നടപടികളുണ്ടായി. 2021-ലാണ് ഈ സ്വത്ത് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയും അത് തെളിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ആരംഭിക്കുന്നത്. 2022-ൽ സോണിയയെയും രാഹുലിനെയും തുടർച്ചയായി അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ, സാംപിത് റോദ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെയും പ്രതി ചേർത്തു. അന്വേഷണ ഏജൻസി അതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ, ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം പരിശോധിക്കുമ്പോൾ ഈ കേസിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലേക്കാണ് കുരുക്ക് നീളുന്നത്. സോണിയ ഒന്നാം പ്രതിയായിട്ടും രാഹുൽ രണ്ടാം പ്രതിയായിട്ടുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേസ് ഈ മാസം 25-ന് റോസ് അവന്യൂ കോടതി പരിഗണിക്കും. കോടതിയിൽ വിചാരണയ്ക്കിടെ, വാദത്തിനിടെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ളതും കേസിന്റെ വാദത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. ഭരണത്തിലിരുന്ന കാലത്ത്, അധികാരത്തിലിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ, വഴിവിട്ട ഇടപാടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിൽ അന്വേഷണ ഏജൻസി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു. നിലവിൽ കോൺഗ്രസ് നേതാവ് ഒപ്പം വയനാട് MP-യുമായിട്ടുള്ള പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായവുമായിട്ടുള്ള റോബർട്ട് വദ്രയ്ക്കെതിരെ അന്വേഷണ ഏജൻസി നടപടി കടുപ്പിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ സോണിയെ ഒന്നാം പ്രതിയായിട്ടും രാഹുലിനെ രണ്ടാം പ്രതിയായിട്ടും ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഐസ. ശരി ജിഷ്ണു.